إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين പുസ്തകങ്ങൾ കഴിഞ്ഞ മോളിനൊക്കെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കാൻ സൗകര്യം ചെയ്തു സഹോദരന്മാർ يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിങ്ങളെ കേൾപ്പിച്ചത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി മുസ്ലിം ഉമ്മത്തിൻ്റെ ഈ ലോക പരലോക വിജയത്തിന് അവർക്ക് അത്യാവശ്യമായ മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ലോകത്ത് വച്ച് അവർ ചെയ്യൽ അനിവാര്യമായ അറിയൽ നിർബന്ധമായ കാര്യങ്ങൾ അങ്ങനെ അറിഞ്ഞ് മനസ്സിലാക്കി ഈ ലോകത്ത് അവർക്ക് നൽകിയ അള്ളാഹു നൽകിയ അവർക്ക് ലഭിച്ച ആ അവസരം നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി ആ ആദർശത്തിലും കാര്യങ്ങളുമായി മരണപ്പെട്ടു പോയി ഖബറിലെത്തുന്ന സമയത്ത് നിന്റെ റബ്ബ് ആരാണ്, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ റസൂല് ആരാണ്, നിങ്ങൾക്ക് അവരെക്കുറിച്ചുള്ള ബന്ധം പരിചയം എന്തായിരുന്നു, നിങ്ങൾ ഏത് ആദർശവും ഏത് ദീനും അനുസരിച്ചായിരുന്നു ഈ ലോകത്ത് ജീവിച്ചിരുന്നത്, നിങ്ങൾക്ക് ഈ ലോകത്ത് ലഭിച്ച മാർഗനിർദ്ദേശങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ പിന്തുടർന്ന ആശയ അടിസ്ഥാനങ്ങൾ നിയമസംഹിതകൾ എന്തായിരുന്നു. ഈ പറയുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് അൽ ഉസൂലു സലാത്ത എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ലഘു ഗ്രന്ഥം, ചെറിയ കൃതി, അതിൽപ്പെട്ട ഏറ്റവും ആദ്യത്തെ ഭാഗമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ചെറിയ നിലക്കുള്ളൊരു പരിചയപ്പെടുത്തലാണ് കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ നടത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കാൻ അവൻ്റെ അടിമകളായ ആളുകൾക്ക് ഓരോരുത്തരുടെയും ചുറ്റുവട്ടത്തിൽ മുഴുവനും എന്ന് മാത്രമല്ല സ്വന്തം ശരീരങ്ങളിൽ പോലും കയ്യും കണക്കുമില്ലാത്ത ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തിവച്ച് അത് മനസ്സിലാക്കാൻ പാകത്ത നിലക്കുള്ള ഒരു ബുദ്ധിയും സംവിധാനവും നമുക്ക് ഒരുക്കി തന്ന്, ഫിത്റത്ത് എന്ന് പറയും അതിന്, ശുദ്ധ പ്രകൃതി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഇസ്ലാം ദീനിലല്ലാത്ത ഇതിൻ്റെ പുറത്ത് ജീവിക്കുന്ന ആളുകൾ, മറ്റ് മതക്കാരായി ജീവിക്കുന്ന ആളുകൾ പോലും ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നുള്ള കാര്യത്തിൽ ഏകഭിപ്രായക്കാരാണ്. അത് നിഷേധിക്കുന്നവർ പരസ്യമായി നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും അവരും അവരുടെ കുടുംബവും സ്വകാര്യമായിട്ട് ഈ പറയുന്ന സൃഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ദിനം പ്രതി നമ്മൾ കേൾക്കുന്നതാണ്. ദിനം പ്രതി. അതല്ലെങ്കിൽ ഈ ലോകത്ത് വന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ കാലഘട്ടം വരെ, ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് വരുന്ന ആളുകളിൽ ശുദ്ധമായൊരു പ്രകൃതി അള്ളാഹു സന്നിവേശിച്ചിരിക്കുന്നു. സൃഷ്ടാവ് ആരാണ്, ഒരു സൃഷ്ടാവ് ഈ ലോകത്തിനുണ്ട് എന്നും അവനാണ് ഈ ലോകത്തിൻ്റെ നിയന്താവ് എന്നും, എത്ര തന്നെ മനുഷ്യൻ ഉന്നതനായി ഉയർന്നു വന്നിട്ടുണ്ട്, അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും ഉന്നതനാണെങ്കിൽ പോലും അവനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ആളുകൾക്ക്, രണ്ടഭിപ്രായമില്ല. ശാസ്ത്രീയമായിട്ട് ഉയരുന്തോറും നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നിങ്ങൾ കേൾക്കുന്നതാണ് സൃഷ്ടാവിനെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പല പേരുകളിലും പല രൂപങ്ങളിലും ആളുകൾ അവതരിപ്പിക്കുന്നുണ്ടാകുമെന്നുള്ളത് ശരിയാണ്. ആ റബ്ബിനെക്കുറിച്ച് ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ, കൃത്യമായി റബ്ബിനെക്കുറിച്ച് ഒരാൾക്ക് ബോധ്യമുണ്ടായി കഴിഞ്ഞാൽ, ആ അറിവ് അവനെ എങ്ങോട്ടെത്തിക്കും, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഉലൂഹിയത്ത്, തൗഹീദുല്ലാഹി, അതിലേക്ക് മനുഷ്യനെ എത്തിക്കും. ഈ ലോകത്തെ എന്നെ സൃഷ്ടിച്ചത്, ലോകത്തെ സൃഷ്ടിച്ചത്, ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവനും ഒരുക്കിയത് അള്ളാഹുവാണ് എന്ന് ഒരാൾ പറയുകയും
ആ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം മറ്റു വിഗ്രഹങ്ങളിലേക്കും ബിംബങ്ങളിലേക്കും അവൻ്റെ ഇബാദത്ത് തിരിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. ബിംബങ്ങളെ ഇത്ര ബഹുമാന ആദരവോടെ ആരാധിക്കുന്ന ആളുകളോട് ചോദിക്കാൻ നിങ്ങളെ സൃഷ്ടിച്ചത് ഈ ബിംബമാണോ? അവരെന്ത് പറയും? അല്ല എന്ന് പറയും. അല്ലേ? ആരെങ്കിലും പറയുന്നുണ്ട് ബിംബങ്ങളാണ് നമ്മളെ സൃഷ്ടിച്ചത്? പറയുന്നില്ലല്ലോ. അവർ മഴ വർഷിപ്പിക്കുന്ന ബിംബമാണെന്ന് അവർ പറയുന്നില്ല. ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ബിംബമാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ പറഞ്ഞിട്ടില്ല. അവരോട് ചോദിച്ചാൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ച പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന്. പിന്നെ എന്താണ് അല്ലാഹു സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഇത്ര വലിയ ഉത്തരവാദിത്തം ബാധ്യത അള്ളാഹു ചെയ്തതാണ് എന്ന് നിങ്ങൾക്ക് അറിവും ബോധ്യവുമുണ്ടെങ്കിൽ അത് അറിയാൻ തക്ക ഒരു സംവിധാനം മനുഷ്യരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ചിരിക്കുന്നു. അതിനാണ് അൽ ഫിത്രത്തു സലീമ എന്ന അറബിയിൽ പറയും, ശുദ്ധമായ പ്രകൃതി എന്ന് പറയും. അതുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയുമെന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇബാദത്തുമായി അള്ളാഹു അല്ലാത്തവരിലേക്ക് എങ്ങനെ പോകുന്നു? സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്ത് നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ പിടുത്തത്തിലും ഉടമയിലുമാണ് എന്ന് പറയുന്നത്. പിന്നെ ആ അള്ളാഹുവിനെ എന്തുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുന്നില്ല? അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് റുബൂബിയത്ത് എന്ന് പറഞ്ഞ റബ്ബ് ആരാണ് എന്നൊരാൾ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ആ അറിവ് അവനെ തൗഹീദിലേക്ക് എത്തിക്കും. ആ അറിവ് ആ മനുഷ്യനെ തൗഹീദുല്ലാഹിലേക്ക് എത്തിക്കും. ഒരാൾ അങ്ങോട്ട് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് വൈകല്യങ്ങളുണ്ട് എന്നുള്ളത്, വിരോധാഭാസമാണ് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ റബ്ബിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരാൾ മരണപ്പെട്ടു പോയാൽ ഖബറിൽ വെച്ച് മലക്കൾ അവനോട് വന്ന് ചോദിച്ചിട്ട് റബ്ബ് ആരാണ്? റബ്ബ് അള്ളാഹുവാണ് എന്ന് ആ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവനാവണം. നേരെ മറിച്ച് ഒരു ഭാഗം അംഗീകരിക്കുകയും മറ്റൊരു ഭാഗം അവൻ നിഷേധിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണ്. അവൻ കഠിനമായ ശിക്ഷക്കതിന് വിധേയനാകുന്നതുമാണ്. ആ റബ്ബിനെ കുറിച്ച് കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ ചെറിയ നിലക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നും ചെയ്തിരുന്നു. രണ്ടാമത്തത് ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവാണ്. മഅരിഫത്തു ദീനുൽ ഇസ്ലാം, നമ്മുടെ ആദർശം എന്താണ്, നിയമസംഹിത എന്താണ്, നമ്മുടെ മതം ആദർശം അത് ഏതാണ്? ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ അറിയൽ അനിവാര്യമാണ്. ആ ദീനിനെക്കുറിച്ച് കൃത്യമായി അറിയുമ്പോഴേ യഥാർത്ഥ അതിൻ്റെ വക്താവായി ഒരാൾക്ക് ഇവിടെ ജീവിക്കാനും അതിനായി മരിക്കാനും, അവനോട് നിൻ്റെ ദീന് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ദീന് കൃത്യമായി ഇന്നതാണ് എന്നവന് മറുപടി പറയാനും സാധിക്കുകയുള്ളൂ എന്നുള്ളത്. ഷെയ്ഖ് റഹ്മഹുല്ല ഇതിൽ രണ്ടാമത്തെ ഈ വിഷയമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നു, വഹുവ അൻ തഅരിഫ ദീനുൽ ഇസ്ലാം, ഒരു മനുഷ്യൻ അവൻ്റെ ആദർശമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയണം. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. എന്താണ് ഇസ്ലാം? അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, പോയിന്റുകൾ ഏതാണ്? ഒരാൾ മുസ്ലിം ആവണമെന്നുണ്ടെങ്കിൽ അവൻ ഉണ്ടാവേണ്ട ഏറ്റവും അത്യാവശ്യമായ, ഏറ്റവും ആദ്യം അതിപ്രധാനമായ ഘടകം ഏതാണ്? അതിൻ്റെ നിയമങ്ങൾ എന്താണ്? അതിൽ പറഞ്ഞ അധ്യാപനങ്ങൾ ഏതാണ്? ഒരു മുസ്ലിം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഏതൊക്കെ ഒഴിവാക്കണം? ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് അറിയണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി വൽ ഇൻഖിയാദു ലഹു ബിത്വാഅത്തി, ആരാധനക്ക് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുകയും ആ അള്ളാഹുവിൻ്റെ നിയമങ്ങളും കൽപ്പനകളും മുഴുവനും കൃത്യമായി പാലിക്കുകയും ചെയ്യുക. ഇബാദത്തായിക്കൊണ്ട്, അള്ളാഹുവിനുള്ള ആരാധനയായിക്കൊണ്ട് അവൻ്റെ നിയമങ്ങളും കാര്യങ്ങളും കൃത്യമായി പാലിക്കാൻ അവൻ വഴങ്ങിക്കൊടുക്കുകയും ചെയ്യും. ഒരാൾ മുസ്ലിമാണ് എന്ന് പറയുന്നു, അവൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് പകരം, അതിനർഹൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത മറ്റ് പലരുമുണ്ട് ഈ പറയുന്ന ഇബാദത്തുകൾക്ക് അർഹരും യോഗ്യരുമായി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്ക് കൊണ്ട് അവൻ ഇസ്ലാമിനെ വാദിക്കുന്നു എന്നല്ലാതെ അവൻ യഥാർത്ഥ മുസ്ലിമാവുകയില്ല. ഒരാൾ ആരാധനക്കർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്, ഞാനതിന് കീഴ്പ്പെട്ടവനാണ് എന്ന് വിശ്വസിച്ചു പോകുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ പോകുന്നെങ്കിൽ അവൻ അറിയാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. അവൻ്റെ ഇസ്ലാമിൽ കുറവ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. അങ്ങനെ അത് നഷ്ടപ്പെട്ട് പൂർണ്ണമായി ഇസ്ലാമില്ലാത്തൊരു വ്യക്തിയായി അവൻ മാറും. അവൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണെങ്കിലും ജീവിക്കുന്നവനാണെങ്കിലും. അപ്പം അവൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, ആദർശപരമായ കാര്യങ്ങളിൽ ആരാധനക്ക് അർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് പറഞ്ഞ് അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളായിരിക്കും. അതാ ഇസ്ലാം, അനുസരിക്കുക എന്ന്. ആർക്കാണ് അനുസരിക്കുന്നത്? ആർക്കാണ് കീഴൊതുങ്ങുന്നത്?
അള്ളാഹുവിനാണ് അനുസരിക്കുന്നത്, അള്ളാഹുവിനാണ് കീഴൊതുങ്ങുന്നത്. അവനെ അനുസരിക്കാവൂ, അവനെ കീഴൊതുങ്ങാവൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ ആര് നമ്മോട് പറയുന്നുണ്ടെങ്കിലും അവർക്ക് നമ്മൾ അനുസരിക്കുന്നു. പക്ഷെ ആത്യന്തികമായി നമ്മൾ ആർക്കനുസരിക്കുന്നു? അള്ളാഹുവിനാണ് അനുസരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് കൽപ്പിച്ചതിന് വിരുദ്ധമായി ഇവിടെ ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ആളുകൾ പറയുന്ന അനുസരിക്കാൻ പാടില്ല എന്നാണ് നിയമം. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. അള്ളാഹുവിന് വിരുദ്ധമായി ഏതെങ്കിലും കാര്യങ്ങൾ മറ്റ് ആരെങ്കിലും ഭരണാധികാരിയുടെ രൂപത്തിലോ മാതാപിതാക്കളുടെ രൂപത്തിലോ ഭർത്താവിൻ്റെ രൂപത്തിലോ സുഹൃത്തുക്കളുടെ രൂപത്തിലോ കുടുംബത്തിൻ്റെ രൂപത്തിലോ കമ്മ്യൂണിറ്റിയുടെ നാട്ടുകാരുടെ ഏത് രൂപത്തിൽ അള്ളാഹു പറഞ്ഞതിന് വിരുദ്ധമായി ആരെങ്കിലും പറയുന്ന പക്ഷം അതനുസരിക്കരുതേ എന്നാണ് നമുക്കുള്ള നിർബന്ധം. അനുസരിക്കാൻ പാടില്ല എന്ന കൽപ്പന. എന്ന് കരുതിയിട്ട് അവരോട് എതിർത്ത് വിമർശിച്ച് പ്രകോപനമുണ്ടാക്കി എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. അനുസരിക്കാൻ പാടില്ല. അത് നമുക്കത് പാടില്ല എന്നുള്ളത് അവരോടത് ഉണർത്താവുന്നതാണ്, നമുക്കത് പറയാവുന്നതാണ്. എൻ്റെ ദീനിതാണ്, എൻ്റെ ആദർശം ഇത്. ഞാൻ അള്ളാഹു പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു അടിമയാണ് ഞാൻ. ഈ ലോകത്ത് വന്നത് ഞാൻ അങ്ങനെ. എൻ്റെ നിസ്സഹായതയാണ്, നിങ്ങളെന്നെ നിർബന്ധിക്കരുതേ എന്ന് പറയാവുന്നതാണ് നമുക്ക്, എന്ന് നമുക്ക് ഉണർത്താവുന്നതാണ്. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫി മഅസിയത്തിൽ ഖാലിഖ്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന് കീഴൊതുങ്ങുക, ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ കാതലായ വശങ്ങൾ. വൽ ഖുലൂസു മിന ശിർക്കി വ അഹ്ലിഹി. ഷിർക്കിൽ നിന്ന്, ഈ തൗഹീദുള്ള ആരാധനക്കർഹൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന് പറയുന്ന അതിന് വിരുദ്ധമായതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിനെയും ആരാധിക്കുക, അള്ളാഹു അല്ലാത്തവർക്കും ആരാധന കൊടുക്കും. വാക്ക് കൊണ്ടത് ഒരാൾ പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് പ്രവർത്തനത്തിൽ കൂടെ ചെയ്താൽ. നബിദിനം പോലത്തെ കാര്യങ്ങളൊക്കെ ഇന്നലെ മിഞ്ഞാന്ന് നടന്ന സമയത്ത് മുസ്ലിമീങ്ങൾപ്പെട്ട പല ആളുകളും അതിൽ വെച്ച് പറഞ്ഞിരുന്ന പല വാക്കുകളും ഈരടികളും ഈ പറയുന്ന കാര്യത്തിന് വിരുദ്ധമായിരുന്നു. ഉദാഹരണം പറയാം, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ ദോഷങ്ങളും പാപങ്ങളും പൊറുക്കുന്നവൻ അള്ളാഹുവാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിൽ കൂടെ അവൻ പറയുന്നത്. നമ്മൾ അതിന് വഴങ്ങാൻ തയ്യാറാകണം. നമ്മളതിന് കീഴൊതുങ്ങാൻ തയ്യാറായി പാപമോചനത്തിന് നാം അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. പാപമോചനത്തിന് നാം അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണം. കാരണം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ചെയ്യുന്നത്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. പാപങ്ങൾ പൊറുക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരാണുള്ളത്? ഖുർആനിൽ അള്ളാഹു തആല ചോദിക്കുന്നത്. വേറൊരാളുമില്ല. അവിടെ മുസ്ലിമീങ്ങളായ ചില ആളുകൾ പ്രവാചകനുള്ള സ്നേഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്റിൻ വ അദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഒരുപാട് കയ്യും കണക്കുമില്ലാത്ത പാപങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രവാചകരെ, ഞാൻ നിങ്ങളോട് പരിഭവം പറയുന്നു. നിങ്ങൾ എനിക്കെൻ്റെ പാപങ്ങൾ പുറത്തു തരണം. അതിൽ ഞാൻ നിങ്ങളോട് സങ്കടം പറയുന്നു. അവരതിന് പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകൾ തെറ്റായി മനസ്സിലാക്കിയിട്ടായിരിക്കാം അവരോട് ആയത്ത് ചോദിച്ചാൽ ഒരു പക്ഷേ അവർ പറയും സൂറത്തു നിസായിലുള്ള ആയത്താണ് ഈ ആയത്ത്. പക്ഷേ ആ ആയത്തിൻ്റെ അർത്ഥം പ്രവാചകനിൽ നിന്ന് കേട്ട അവിടുത്തെ ഉത്തമരായ സഹാബികൾ, അനുചരന്മാർ അങ്ങനെ മനസ്സിലാക്കിയ തെളിവ് അവർക്ക് തരാൻ കഴിയൂല. ഒരു പക്ഷേ നിങ്ങളോട് പറയും, സൂറത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഒരാൾ തെറ്റ് ചെയ്ത് പ്രവാചകൻ്റെ അടുത്ത് ചെന്നിട്ട് പശ്ചാത്താപത്തിന് വേണ്ടി തേടിയാൽ ഇങ്ങനെ ആയത്തിലില്ലേ എന്നൊരു പക്ഷേ അവർ ചോദിക്കും. അപ്പം അവരോട് ചോദിക്കാനുള്ളത്, ഈ ആയത്ത് പ്രവാചകനാണ് പാരായണം ചെയ്ത് കേൾപ്പിച്ചത് സമൂഹത്തെ. പ്രവാചകനിൽ നിന്ന് ആയത്ത് കേട്ടത് അവിടുത്തെ അനുചരന്മാരാണ്. ആരെങ്കിലും ഒരാൾ ആ പ്രവാചകൻ്റെ മരണത്തിൻ്റെ ശേഷം ഈ പറയുന്ന നിങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകരെ ഒരുപാട് തെറ്റെൻ്റെ അടുത്ത് പറ്റിപ്പോയിട്ടുണ്ട്, നിങ്ങൾ എനിക്ക് മാപ്പ് തരി, പുറത്തു തരി എന്ന് പറഞ്ഞ് ഒരു വരി ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, നിങ്ങളും ഞങ്ങളും അംഗീകരിക്കുന്നതിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ കാണിച്ചു തരി. ആയത്തിനർത്ഥം അവരല്ലേ പറഞ്ഞു തരേണ്ടത്? അവർക്കല്ലേ നമ്മളിലേറെ അതറിയുന്ന ആളുകൾ? അതോ ഈ പ്രവാചകൻ്റെ സ്വഹാബികളിലേറെ എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിവ്? പറയോ ഒരു മുസ്ലിം? സ്വീകരിക്കപ്പെടുമോ മുസ്ലിമീങ്ങളുടെ ഇടയിലാ പറഞ്ഞ വാദം? ഒരിക്കലുമില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും മാറി നിൽക്കണം നമ്മൾ. ഇതുപോലത്തെ കാര്യങ്ങൾ, ദോഷം പൊറുക്കുന്നവൻ പ്രവാചകനും ദോഷം പൊറുക്കും, അള്ളാഹും പൊറുക്കും എന്നാണ് ഷിർക്കാണ് ആ പണി. അത് തൗഹീദിന് വിരുദ്ധമാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങാൻ വഴങ്ങാത്ത വ്യക്തികൾ അവർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ആശയക്കുഴപ്പമാണോ അറിവില്ലായ്മയാണോ അത് വേറെ വിഷയമാണ്. അത് നല്ല നിലക്ക് പറഞ്ഞു കൊടുത്താൽ പോലും സ്വീകരിക്കാൻ തയ്യാറാകാത്ത മാനസികാവസ്ഥയിലാണ് പലരും നടക്കുന്നതും ഈ ചടങ്ങുകൾ ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹുവിന് മാത്രം നമ്മൾ അനുസരിക്കുക, അള്ളാഹുവിന് മാത്രം നമ്മൾ കീഴൊതുങ്ങുക. അള്ളാഹുവിന് വിരുദ്ധമായ ഈ പറയുന്ന ആദർശത്തിന് വിരുദ്ധമായ ഷിർക്കും അതിൻ്റെ ആളുകളിൽ നിന്ന് മാറി നിൽക്കുമാണ്. ഷിർക്ക് നമ്മളത് ചെയ്യുന്നില്ല.
പക്ഷേ എന്നാലും അവരെ ആഘോഷമല്ലേ, അവരുടെ ഉത്സവമല്ലേ, അവരൊക്കെ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ ചെയ്യുന്ന വസ്ത്രങ്ങളിൽ ധാരണയില്ല. നമ്മളും അത് ഓണം ഇന്നലെ മിഞ്ഞാന്ന് കഴിഞ്ഞ മറ്റൊരു ആഘോഷമായിരുന്നു ഇവിടെ മറ്റു മതക്കാരായ ആളുകൾ ചെയ്തിരുന്നു. അവർക്കതിൽ കൃത്യമായ ആരാധനയുണ്ട്, കൃത്യമായ വിശ്വാസങ്ങളുണ്ട്, കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. അവരത് ചെയ്യുമ്പോൾ ഒരു മുസ്ലിം മതസൗഹാർദ്ദം എന്നുള്ള പേരിലോ മറ്റുള്ള പേരിലോ അവരോടുകൂടെ സഹകരിച്ചുകൊണ്ട് അതിൻ്റെ വക്താക്കളും അതിൻ്റെ ആശംസകരും അതിൻ്റെ സഹായികളുമായി പോകും. മുസ്ലിമിന് അതൊരിക്കലും അനുവാദമുള്ള കാര്യമല്ല. ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും മാറി നിൽക്കണം. നേരെ മറിച്ച് ആ പറയുന്ന അവരുടെ ഈ വിശ്വാസം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, കഥകൾ, ഐതിഹ്യങ്ങൾ, പുരാണങ്ങൾ, ഒരാളതിൽ ഭാഗവാക്കായാൽ ഈ വ്യക്തി എത്രത്തോളം അവൻ്റെ വിശ്വാസപരമായിട്ടാണെങ്കിൽ വിശ്വാസപരമായിട്ട് അവൻ അവരുടെ കൂടെയാണ്. വേഷവിധാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിരുന്നു, യാത്ര ചെയ്യുന്ന സമയത്ത് മുസ്ലിം സഹോദരിമാരൊക്കെ കൃത്യമായി അവർ ധരിക്കുന്നത് പോലത്തെ വസ്ത്രധാരണങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്നത് റോഡിൻ്റെ പല സൈഡുകളിൽ നമ്മൾ കണ്ടിരുന്നു. സങ്കടകരമായ ദുഃഖകരമായ കാര്യങ്ങൾ. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ആരെങ്കിലും മറ്റൊരു കൂട്ടരോട് സാമ്യമായി അവരുടെ വേഷവിധാനങ്ങളിലോ സംസ്കാരങ്ങളിലോ ആരാധനകളിലോ രൂപങ്ങളിലോ ഭാവങ്ങളിലോ അവൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. ഒരു മുസ്ലിം ആകുമ്പോൾ അവൻ അള്ളാഹുവിന് മാത്രം കീഴൊതുങ്ങുന്നു, അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്നു, അള്ളാഹുവിന് വിരുദ്ധമായി ഈ ആദർശത്തിന് വിരുദ്ധമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയും ചെയ്യുന്നു. വൽ ഖുലൂസു മിന ശിർക്കി വ അഹ്ലിഹി. ഷിർക്കിൽ നിന്നും അതിൻ്റെ ആളുകളിൽ മാറി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ദീനിൻ്റെ ആദർശത്തിൻ്റെ പേരിൽ നമ്മോട് ശത്രുത കാണിക്കാത്ത ആളുകളോട് മാനുഷികമായ സഹകരണങ്ങൾക്ക് നമുക്ക് എതിരില്ല. മാനുഷികമായി നമ്മുടെ കൂടെ പഠിക്കുന്നവരോ കൂടെ ജോലി ചെയ്യുന്നവരോ വീടിൻ്റെ അയൽവാസികളോ അടുത്ത് കച്ചവടം ചെയ്യുന്നവരോ മാനുഷികമായ സഹകരണങ്ങൾ, കാശ് കടം കൊടുക്കുന്നതിനോ അവർക്ക് അസുഖമായി എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി വിസിറ്റ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സന്തോഷകരമായ ഒരു സമ്മാനം നമ്മൾ കൈമാറുന്നതിനോ നമ്മുടെ ദീന് നമ്മളെ എതിർക്കുന്നില്ല. ആദർശം ദീന് വേറെയാണ്, മാനുഷികമായ സഹകരണം വേറെയാണ്. ഇത് കൂട്ടിക്കുഴച്ച് മനസ്സിലാക്കാതിരിക്കുകയാണ് നമ്മൾ വേണ്ടത്. ക്ലിയറാണോ? നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. നിങ്ങൾ ക്ലിയറാണോ കാര്യങ്ങൾ? അപ്പോൾ ആരെങ്കിലും അതിൽ സംശയം പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ ഒരാളും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഒരാൾ പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ട് കാര്യത്തിൽ കൂടെ. ഒന്ന്, കൃത്യമായി നമ്മുടെ ദീൻ എന്താ എന്നുള്ളത് നമ്മൾ പഠിച്ചവരാകുക എന്നുള്ളതാണ്. അത് മറ്റുള്ളവരുടെ മുന്നിൽ എൻ്റെ ആദർശം ദീനും ഇന്നത്, ഞാൻ അള്ളാഹുവിന് മാത്രം അനുസരിച്ച് അവന് വഴങ്ങി ജീവിക്കേണ്ടവനാണ്, അവൻ്റെ അടിമയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ പോലും ഭീഷണിയുമായിട്ട് ആക്രമണമായി വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ മുന്നിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് തവക്കുലാക്കിക്കൊണ്ട് ആദർശത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ളത്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ, ഈ ആദർശത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചോളി, അവൻ്റെ സഹായം പ്രതീക്ഷിക്കുക. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മറ്റുള്ള ആളുകളിൽ നിന്ന് കുത്തുവാക്കുകളുണ്ടാകും, പരിഹാസങ്ങളുണ്ടാകും, വിമർശനങ്ങളുണ്ടാകും, എതിർപ്പുകളുണ്ടാകും, ആക്രമണങ്ങളും ഒരുപക്ഷെ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. മുൻഗാമികളായ പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും അവർ അനുഭവിച്ചവരാണ്. ആണോ അല്ലേ? ചരിത്രങ്ങളിൽ കൂടെ പരിശുദ്ധ ഖുർആനിൽ കൂടെ നിങ്ങൾ പരതി നോക്കിയാൽ ഇത് മുഴുവനുള്ളത്. അവരുടെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പരിഹാസങ്ങൾ നേരിടേണ്ടി വരും, കുറ്റപ്പെടുത്തലുകൾ നേരിടേണ്ടി വരും, കുത്തുവാക്കുകൾ നേരിടേണ്ടി വരും, വിമർശനങ്ങൾ നേരിടേണ്ടി വരും, ഒറ്റപ്പെടുത്തലുകൾ ഉണ്ടാകും, ആളുകൾ ഹെൽപ്പും സഹായം ചെയ്യാതിരിക്കും, ആളുകളുടെ ഭാഗത്തിൽ ചിലപ്പോൾ ചില ആക്രമണങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ സ്വാഭാവികമാണ്, ഇത് പ്രതീക്ഷിക്കേണ്ടതാണ്. ഇതിൽ ക്ഷമിക്കുക എന്നുള്ളതല്ലാതെ വേറെ പരിഹാരം ഇതിനില്ല. വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലത്തഹും. ജൂതനസാറാക്കൾ, മറ്റ് മതക്കാർ അവരുടെ മാർഗം കൃത്യമായി പിന്തുടരാത്ത കാലത്തോളം അവർ നിന്നെ തൃപ്തിപ്പെടാനോട് പോകുന്നുമില്ല. അവർ നിന്നെ തൃപ്തിപ്പെടാൻ പോകുന്നില്ല. നിനക്ക് നിൻ്റെ ദീനും ആദർശവും അള്ളാഹുവിനെ മാത്രം അനുസരിക്കുക, അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നുള്ള ആദർശത്തിൽ മുന്നോട്ട് പോകണോ, മറ്റുള്ള പലരുടെയും എതിർപ്പുകളും വെറുപ്പുകളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലുകളും നീ സഹിക്കാൻ തയ്യാറാവേണ്ടി വരും. നല്ല ആളുകൾ, സത്യം ഇത് കാര്യം അറിയാത്ത വിഡ്ഢികളോ അതല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ ആളുകളാണെങ്കിൽ നമ്മുടെ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അവരെ ഉണർത്തുക എന്നുള്ളതാണ്. സത്യം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വീണ്ടും വിമർശിക്കാനും എതിർക്കാനും വരുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോലത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിൽ തവക്കുലാക്കി ക്ഷമ അവലംബിച്ച് ആദർശം മുറുകെ പിടിക്കുക എന്നുള്ളതുമാണ്. കയ്യൊയ്യാതെ ആദർശം ഒരിക്കലും കയ്യൊഴിയരുതേ. പ്രകോപനത്തിന് നമ്മൾ പോവുകയും ചെയ്യരുതേ. കാരണം ആളുകൾ നമ്മൾ പ്രകോപനത്തിന് പോയാൽ
അതിലേറെ വലിയ ഉപദ്രവങ്ങളായിരിക്കും അതിൻ്റെ പിന്നിൽ വരാനിരിക്കും. ക്ഷമ അവലംബിക്കുക എന്നുള്ളതാണ്. ഇൻ തത്തഖൂ വതസ്ബിറു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീന് മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക, ക്ഷമ അവലംബിക്കുക. ഇങ്ങനെ ഒരാൾ പോകുകയാണെങ്കിൽ ദീനുൽ ഇസ്ലാം കൃത്യമായിട്ട് പഠിച്ച ഒരാൾക്ക് അവൻ്റെ ആദർശത്തിൽ നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയും. ഈ പറയുന്ന ദീനുൽ ഇസ്ലാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അള്ളാഹുവിന് മാത്രം അനുസരിക്കുക, അവൻ്റെ നിയമങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുക. എങ്ങനെ? ബിഫിഇലി അവാമിരിഹി വ തർക്കി നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്. പരിശുദ്ധ ഖുർആനിൽ കൂടെയാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വന്നിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ കൂടെയാണ് അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അത് നോക്കേണ്ടത് അതിലാണ്. അള്ളാഹ് എന്തൊക്കെ കൽപ്പിച്ചു, അള്ളാഹ് എന്തൊക്കെ വിരോധിച്ചു, അത് നോക്കേണ്ടത് ഖുർആനിലാണ്. ആ ഖുർആനിൽ നമ്മളത് നോക്കേണ്ടത്, പഠിക്കേണ്ടത് ഖുർആനിൻ്റെ പരിഭാഷ മാത്രം വായിച്ചുകൊണ്ട് സാധ്യമല്ല ഒരിക്കൽ. പിന്നെ എങ്ങനെയാണ് അത് പഠിക്കേണ്ടി? പരിശുദ്ധ ഖുർആനിൽ വന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇന്നതും ഇന്നതുമാണ്. പരിശുദ്ധ ഖുർആനിൽ കൂടെ അള്ളാഹു എന്നോട്, അടിമയായ എന്നോട് വിരോധിച്ച കാര്യങ്ങൾ ഇന്നതും ഇന്നതും. അതാണ് ദീനുൽ ഇസ്ലാം. അത് എങ്ങനെ നമ്മൾ പരിശുദ്ധ ഖുർആനിൽ വന്ന ഈ കാര്യങ്ങൾ എങ്ങനെ പഠിക്കണ്ടി സഹോദരങ്ങളെ? ഖുർആൻ്റെ പരിഭാഷ വായിച്ചത് കൊണ്ട് കാര്യം ക്ലിയർ ആകുമോ, കൃത്യമാകുമോ ഒരാൾക്ക്? പ്രവാചകൻ്റെ വിശദീകരണം നിർബന്ധമാണ്. ആ കാര്യത്തിൽ പ്രവാചകൻ്റെ വിശദീകരണം അനിവാര്യമാണ്, നിർബന്ധമാണ്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് നമ്മുടെ നാട്ടിൽ ചില പള്ളികളിലൊക്കെ പ്രത്യേകിച്ച് ആളുകൾ ദീനിൻ്റെ വിജ്ഞാനം പഠനം എന്ന് പറഞ്ഞുകൊണ്ട് ചിലതൊക്കെ നടത്തുന്നുണ്ട്. ഖുർആൻ ക്ലാസ് എന്നാണ് അതിന് പ്രത്യേകിച്ച് പേര് അറിയപ്പെട്ടതാണ് അല്ലേ? ഈ ഖുർആൻ ക്ലാസ്സിൽ കൂടെ ഞാനതിനെ വിമർശിക്കല്ല, അതിനെ കുറ്റപ്പെടുത്തുകയല്ല, വേണ്ടാന്ന് പറയല്ല. ഞാൻ പറയാം, പ്രവാചകൻ്റെ ഇതുപോലത്തെ വിശദീകരണങ്ങളും ഇതുപോലത്തെ സദസ്സുകളിലും പങ്കെടുക്കാത്തൊരു വ്യക്തി ഈ ഖുർആൻ്റെ ക്ലാസ്സുകളിൽ മാത്രം പോയതുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരാൾക്ക് അറിയുമോ? അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അറിയില്ല പറഞ്ഞാണ്? ഒരിക്കലുമില്ല. പൂർണ്ണമാകാത്തൊരു കാര്യം പിന്നെ നമ്മൾ അതിൻ്റെ പിന്നിൽ ഓടുക എന്നുള്ളതല്ല ബുദ്ധി. നമ്മൾ പ്രവാചകൻ്റെ സുന്നത്ത് പറഞ്ഞ് വിശദീകരിക്കുന്ന ചെറുതും വലുതുമായ സദസ്സുകളുണ്ടെങ്കിൽ ആ സദസ്സുകൾ അവലംബിക്കുക എന്നുള്ളത്. നമുക്ക് ജീവിക്കാനും കുടുംബം പോറ്റാനും അതിനുള്ള സംവിധാനങ്ങളും വഴികളും തൊഴിലുകളും കച്ചവടങ്ങളും കൃഷികളും ജോലികളും കഴിഞ്ഞാലും വിലപ്പെട്ട സമയങ്ങൾ ധാരാളമാണ്. നമ്മുടെ ഉറക്കും വിശ്രമമാണെങ്കിൽ എന്നാലും സമയമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് ഈ വിഷയത്തിൽ വലിയൊരനാസ്ഥയുണ്ട്, വലിയൊരു വീഴ്ചയുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ കൂടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഈ കൽപ്പനകളും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളും അത് പഠിച്ച് മനസ്സിലാക്കുക, അതാണ് ദീനുൽ ഇസ്ലാം. ഇങ്ങനത്തെ ഒരു സദസ്സിൽ കൂടെ ദീനുൽ ഇസ്ലാമിനെ പൂർണ്ണമായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിയൂല. എന്തുകൊണ്ട് നിങ്ങൾ ദീനുൽ ഇസ്ലാം എന്നിങ്ങനെ പറയുന്നു? ദീനുൽ ഇസ്ലാം എന്ന് നമ്മൾ പറയാൻ കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ദീന് അത് ദീനുൽ ഇസ്ലാം എന്നാണ്, ഈ ഇസ്ലാമാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ എടുത്ത് പറയുന്നതും നമ്മളതിൻ്റെ വക്താക്കളാകണമെന്ന് പറയുന്നതും. ഈ ദീനുൽ ഇസ്ലാമിൻ്റെ കാതൽ മനുഷ്യരായ നമ്മുടെ പിതാവായ ആദം നബി മുതൽ നൂഹ് നബി മുതൽ ആ പ്രവാചകന്മാർ മുഴുവനും അതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ മലക്കുകളും ആദർശമായി സ്വീകരിച്ചത് ദീനുൽ ഇസ്ലാമാണ്. ഞാൻ പറഞ്ഞു, ദീനുൽ ഇസ്ലാമിൻ്റെ അതിൻ്റെ തറയും അതിൻ്റെ കാമ്പും അള്ളാഹുവിന് മാത്രം അനുസരിക്കുക, അവന് വഴങ്ങുക, കീഴൊതുങ്ങുക എന്നുള്ളതാണ്. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു. അള്ളാഹുവിൻ്റെ മലക്കുകൾ സാക്ഷ്യം വഹിച്ചു. അതിൻ്റെ ശേഷം അവൻ്റെ അറിവുള്ള പ്രവാചകന്മാരും വിവരമുള്ള ആളുകൾ, മനുഷ്യരിൽപ്പെട്ട എല്ലാവരും, ജിന്നുകളിൽപ്പെട്ട അവരും സാക്ഷ്യം വഹിച്ചു. അള്ളാഹു, മലക്കുകൾ, വിവരമുള്ള ആളുകൾ സാക്ഷ്യം വഹിച്ചു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊന്നും തന്നെയില്ല. മലക്കുകളുടെ ദീന് ദീനുൽ ഇസ്ലാം. ഈ ലോകത്ത് വന്ന പ്രവാചകന്മാരുടെ മുഴുവനും ദീനുൽ ഇസ്ലാമാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ നദീറൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. ഈ ലോകത്ത് നമ്മൾ എല്ലാ സമുദായങ്ങളിലും പ്രവാചകന്മാരയച്ചു. ആ പ്രവാചകന്മാർ മുഴുവനും വന്ന് ജനങ്ങളെ കേൾപ്പിച്ചതും ഏറ്റവും ആദ്യം അവരുടെ ആദർശമായി പറഞ്ഞു അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. ഞാൻ പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കുക, അള്ളാഹുവിന് വഴങ്ങിക്കൊടുക്കുക, ഇതാണ് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞത്. ഇത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഈ അനുസരണം, ഈ പറയുന്ന വഴങ്ങിക്കൊടുക്കൽ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. വേറൊരാളെ മുന്നിലും സുജൂദും റുക്കൂവുമായിട്ട്, പ്രാർത്ഥനയായിട്ട്, തവക്കുലായിട്ട്, പ്രതീക്ഷയായിട്ട്, സഹായം തേടിക്കൊണ്ട് മനുഷ്യൻ പോകരുതേ. സഹായം തേടിക്കൊണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ചെറിയൊരു വിശദീകരണം ആവശ്യമാണ്. മനുഷ്യരായ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ആവശ്യപ്പെടാം. ഒരു ഗ്ലാസ് വെള്ളം ഇട്ടെടുത്താൽ എനിക്ക് പറഞ്ഞൂടെ നിങ്ങളോട്,
നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടെ? ആ ചെയറൊന്നും ഇങ്ങോട്ട് എടുത്തു വെച്ച് തരി, സഹായം തേടിക്കൂടെ? മനുഷ്യരായ നമുക്ക് ഈ കാരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള ജീവനുള്ള കഴിവുള്ള ഈ വ്യക്തിയോട് നമുക്ക് ആവശ്യപ്പെടാം എന്നുള്ളതാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുചരന്മാരെ, കുട്ടികളടക്കമുള്ള മുതിർന്ന ആളുകളെ പഠിപ്പിച്ച് വളർത്തിയത് ഒരു സഹായം ഒരു വ്യക്തി ഒരു സൃഷ്ടിയോടും തേടരുതേ എന്നുള്ളതാണ്. അള്ളാഹുവിനോട് മാത്രം തേടുന്ന ആ ഒരു വിധാനത്തിലേക്ക് നീ ഉയരണം എന്ന് പറഞ്ഞത്. ഇദാ സഅൽത ഫസ്അലില്ല എന്ന് അബ്ദുല്ലാഹിബ്ൻ അബ്ബാസ് എന്ന കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ഇദാ സഅൽത ഫസ്അലില്ല, നീ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ചെറിയ കുട്ടീനെ വിളിച്ചിട്ട് പറയാം, യാ ഗുലാം എന്നാ വിളിച്ച അറബിയിൽ, കുഞ്ഞേ, കുട്ടിയെ. ഇദാ സഅൽത ഫസ്അലില്ല, നീ എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിനോട് ചോദിക്കുക. വ ഇദാ സ്തഅൻത ഫസ്തഈൻ ബില്ലാഹ്, എന്തെങ്കിലും സഹായം തേടുകയാണെങ്കിൽ അത് ആരോട് മാത്രം? ആ ഒരു വിധാനത്തിലേക്ക് മനുഷ്യൻ ഉയരണം എന്നാ പറഞ്ഞു. മുസ്ലിം ആ നിലക്കുള്ള ഒരു വിധാനത്തിലേക്ക് തവക്കുലിൻ്റെയും ഈമാനിൻ്റെയും അവസ്ഥയിൽ ഉയരുകയാണെങ്കിൽ അവൻ ആദരണീയനായി ലോകത്ത് ജീവിക്കാൻ കഴിയും. ഈ നിസ്സഹായതകൾ മാറും. പിന്നെ ഈ നിസ്സഹായത മനുഷ്യന് മാറിക്കിട്ടും. അവൻ മാനസികമായി എന്തെന്നില്ലാത്ത ഒരു പ്രതാപത്തിലും ഐശ്വര്യത്തിലും സ്വസ്ഥതയിലും സമാധാനത്തിലും അവന് ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും അതില്ലെങ്കിലും അവൻ എന്തെന്നില്ലാത്ത ഉയർന്നൊരു വിധാനത്തിൽ ലോകത്ത് പോകാൻ കഴിയും. അവിടേക്കാണ് എത്തേണ്ടത്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിലേക്ക് മാത്രം മുന്നിടിക്കുന്ന ആ ഒരവസ്ഥയിൽ ഒരു അടിമ വരിക എന്നുള്ളതാണ്. ഇതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നാണ്. നിസ്കാരം അള്ളാഹുവിന് മാത്രം, ദാനധർമ്മങ്ങൾ അള്ളാഹുവിന് മാത്രം, സൽക്കർമ്മങ്ങൾ ഓരോ കാര്യങ്ങളും അള്ളാഹുവിന് മാത്രം, പ്രതീക്ഷ അള്ളാഹുവിന് മാത്രം, ഭയം അള്ളാഹുവിനെ മാത്രം. അവനെ മാത്രം ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ നിയമങ്ങൾ മാത്രമേ ഞാൻ പാലിക്കുള്ളൂ എന്ന് പറയാനും മറ്റുള്ളവരുടെ മുന്നിൽ അത് അവതരിപ്പിക്കാനും കഴിയുള്ളൂ. നേരെ മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ ഭയവും പ്രതീക്ഷയില്ലാത്ത ആളുകളാണെങ്കിൽ പ്രകോപനങ്ങളോ പ്രലോഭനങ്ങളോ വരുന്ന സമയത്ത് അവർ പിന്നോട്ടടിക്കും. യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലായ്മയാണ് ഈ പറഞ്ഞ അപകടങ്ങളിലേക്കൊക്കെ ആളുകളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനനുസരിക്കുക, വഴങ്ങുക, അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയം കാണിക്കുക, അള്ളാഹുവിന് നിഷ്കളങ്കമായി ഇബാദത്തുകൾ നിർവഹിക്കുക, അവൻ്റെ കൽപ്പനകൾ കൃത്യമായിട്ട് പാലിക്കുക, അവൻ വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക. ഇതാണ് ദീനുൽ ഇസ്ലാം. അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ കൂടെ നമ്മളത് അറിയണം, അത് പഠിക്കണം, മനസ്സിലാക്കണം. ഈ ലോകത്ത് വന്ന പ്രവാചകന്മാർ മുഴുവനും ഈ പറയുന്ന ദീനുൽ ഇസ്ലാം അതാണ് ഈ ലോകത്ത് പ്രചരിപ്പിച്ചതും പഠിപ്പിച്ചു കൊടുത്തത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം, അതിൻ്റെ മുമ്പ് നമ്മുടെ പിതാവായ ആദം നബി, ഞാൻ നിങ്ങളോട് പറഞ്ഞ മലക്കുകൾ, ഇവർ മുഴുവനും അള്ളാഹുവിന് മാത്രം അനുസരിച്ചവരും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ച ആളുകളുമാണ്. സ്വന്തം കുഞ്ഞിനെ അറുത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഇബ്രാഹിം നബി അതനുസരിച്ച ആളാണ്. സ്വന്തം ഭാര്യയെയും ചോര പൈതലിനെയും ആരുമില്ലാത്ത കഅബ ഷരീഫിൻ്റെ പരിസരത്ത്, കഅബയുമില്ല പരിസരമൊന്നില്ലാത്ത ആ പറയുന്ന പ്രദേശത്ത് കൊണ്ടുപോയിടാൻ പറഞ്ഞാൽ അത് അനുസരിച്ച ആൾ. അതിൻ്റെ പുറത്ത് സ്വന്തം കുഞ്ഞിനെ പെട്ടിയിലാക്കിയിട്ട് കടലിൽ കൊണ്ടുപോയി എറിയാൻ വേണ്ടി പറഞ്ഞ മൂസാ നബിയുടെ മാതാവ് അത് ചെയ്ത ആളാണ്. ഓരോ വിഷയങ്ങളും പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഓരോ ഭാഗത്തും പരിശോധിച്ചാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ എന്തായിരുന്നോ അത് കൃത്യമായി പാലിച്ച ആളുകളായിരുന്നു, അള്ളാഹുവിനനുസരിച്ച ആളുകളായിരുന്നു. അള്ളാഹു ഈ ലോകത്തേക്ക് അയച്ച സകല പ്രവാചകന്മാരോട് പറഞ്ഞു, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, അവന് കീഴൊതുങ്ങണം, അവന് വഴങ്ങിക്കൊടുക്കണം, അവൻ്റെ കൽപ്പനകൾ മാത്രം അനുസരിച്ച് പോകുന്ന ആളുകളായിരിക്കണം. ഇതാണ് ദീനുൽ ഇസ്ലാം. ഈ അധ്യാപനങ്ങളുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്ത് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൂലു ലാ ഇലാഹ, അതിൻ്റെ മേൽ അറിയിക്കുന്ന വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ഈ രണ്ട് വചനമാണ് ദീനുൽ ഇസ്ലാമിൻ്റെ കാതൽ. അതാണ് അതിൻ്റെ തറ. അതാണ് അത് കൃത്യമാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടതായിരുന്നു കഴിഞ്ഞ സദസ്സിൽ വെച്ച് നമ്മൾ പറഞ്ഞത് അള്ളാഹു ആരാണ്, റബ്ബ് ആരാണെന്നുള്ള പരിചയപ്പെടുത്തൽ. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള തുടർന്നുകൊണ്ട് നബി ആരാണെന്നുള്ള ഭാഗം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് ചെറിയ നിരക്ക് നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. കുറച്ചുകൂടി ദീനുൽ ഇസ്ലാമിനെ ഒരല്പം കൂടി വിശദമായി ഞാൻ നിങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അദ്ദേഹം ഒരിക്കൽ പറയാണ്, ഞങ്ങളൊരു ദിവസം പ്രവാചകൻ്റെ സമീപത്തിരിക്കുകയായിരുന്നു. ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ്റെ അടുക്കൽ ഒരു ദിവസം ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ഷദീദു ബയാളി സിയാബി, വെളുവെളുത്ത വസ്ത്രം ധരിച്ച്,
ഷദീദു സവാദി ഷാരി, മുടി കറുകറുത്ത ഒരു വ്യക്തി, നല്ല സുമുഖനായ വൃത്തിയുള്ള നല്ല യുവത്വം തുളുമ്പുന്ന ഒരു മനുഷ്യൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്ന പ്രയോഗമാണത്. ലാ യുറ അലൈഹി അസറു സഫർ, യാത്രയുടെ യാതൊരു ലക്ഷണവും ആ മനുഷ്യനിൽ കാണുന്നില്ല. വസ്ത്രം ചുളിയെ, ശരീരത്തിലും മുടിയിലും പാറിപ്പറക്കെ, പൊടി പുരളെ, മുഷിയ. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് യാത്ര നിങ്ങൾക്കറിയാം, മൃഗങ്ങളുടെ പുറത്തും മറ്റുമൊക്കെ. എന്നാൽ വല യാരിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളെ സദസ്സിൽപ്പെട്ട ഒരാൾക്കും അയാളോട് അറിയൂല. അതൊരു പുതുമുള്ള കാര്യമാണല്ലോ, അപരിചിതത്വമാണല്ലോ. ഇങ്ങനത്തെ ഒരു അനുഭവം ഒരു ദിവസമുണ്ടായി. അങ്ങനെ ആ മനുഷ്യൻ വന്നിട്ട് ഹത്താ ജലസ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിലേക്ക് ചാരി അടുത്ത് ചേർന്ന് മുന്നിട്ട് തിരിഞ്ഞടിയിരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് മുട്ടുംകാലും പ്രവാചകൻ്റെ കാൽമുട്ടിലേക്ക് ചേർത്ത് വെച്ചിരുന്നു. നമ്മൾ സാധാരണ നിസ്കാരത്തിൻ്റെ ശേഷം ഇരിക്കുന്നത് പോലത്തെ ആ ഇരുത്തത്തിൽ പ്രവാചകൻ രണ്ട് കാൽമുട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ നല്ല പരിചയമുള്ള ഒരാളെപ്പോലെ, പ്രവാചകനിലേക്ക് നല്ല അപരിചിതനായ ഒരാളാണെങ്കിൽ പെട്ടെന്ന് സദസ്സിൽ വന്ന് പ്രമുഖനായ ആളെടുത്തേക്ക് അങ്ങനെ വരൂലല്ലോ. ഇദ്ദേഹം നല്ല പരിചയമുള്ള ആൾ പോലെ. വളഅ കഫൈഹി അലാ ഫഖിദൈഹി, അദ്ദേഹത്തിൻ്റെ രണ്ട് മുൻകൈയും അദ്ദേഹത്തിൻ്റെ രണ്ട് കാലിൻ്റെ തുടയിൽ നല്ല ഭവ്യതയുള്ള, താഴ്മയുള്ള, വിനയമുള്ള, അച്ചടക്കമുള്ളൊരു വ്യക്തിയായിട്ട് ആ ഇരുത്തം ഇരുന്നു. എന്നിട്ട് അങ്ങനെ ഇരുന്നതിൻ്റെ ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ മുഹമ്മദ്, യാ റസൂലല്ലാ എന്ന സ്വഹാബികൾ സാധാരണ പറയൽ. ഇദ്ദേഹം അഅറാബികളായ അപരിചിതരായ ആളുകൾ അഭിസംബോധന ചെയ്യുന്നത് പോലെ, മുഹമ്മദേ, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഞാൻ പറഞ്ഞു ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ അറിയണം. ആ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കാതലും കാമ്പുമായ വശം അള്ളാഹുവിനനുസരിക്കുക, അവന് വഴങ്ങുക എന്നുള്ളതാണ്. ആ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നീ എനിക്കൊന്ന് പറഞ്ഞുതാ എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് പറഞ്ഞു, അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ രണ്ട് വചനം അതിപ്രധാനമാണ് ദീനുൽ ഇസ്ലാമിൻ്റെ. അത് ശരിയാക്കാതെ, ക്ലിയറാക്കാതെ, അത് ശരിക്ക് പഠിക്കാതെ ഒരാൾക്ക് മുസ്ലിം എന്ന് അവകാശപ്പെടാൻ അർഹതയുണ്ടാവുക. അർഹതയല്ല. ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ എന്ന് പറഞ്ഞ ആളുകൾ ഏത് പേരിൽ, PK ഏത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും, തബ്ലീഗ് ജമാഅത്തിലുള്ള നല്ലൊരു വിഭാഗം ആളുകളും അവരെക്കുറിച്ച് ഞാൻ എടുത്തു പറയുന്നു. ഈ പറയുന്നവരോട് അവരുടെ പുസ്തകങ്ങളിലും മറ്റും കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് ഏറി വന്നാൽ ഈ രണ്ട് ഷഹാദത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കും എന്നല്ല അതിൻ്റെ ഒരു വിശദീകരണം അവരാരും അവരുടെ കുട്ടികൾക്കും ആളുകൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവരുടെ ആരെങ്കിലും ക്ലാസ്സുകളിൽ രണ്ട് ഷഹാദത്തിൻ്റെ അർത്ഥം വിശദീകരിക്കലാണ് എന്ന് പറഞ്ഞ വിഷയങ്ങൾ? നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യം ഒരു പക്ഷേ അവരുടെ ക്ലാസ്സുകളിൽ അവർ ചർച്ച ചെയ്യുന്നുണ്ടാവും. പലിശനെക്കുറിച്ച്, വ്യഭിചാരത്തിനെക്കുറിച്ച്, മദ്യപാനത്തെക്കുറിച്ച്, മയക്കുമരുന്നിനെക്കുറിച്ച്, സാമൂഹിക സേവനങ്ങൾ എല്ലാം ഉണ്ടാവും. രണ്ട് ഷഹാദത്തിനെക്കുറിച്ച്, കലിമത്ത് തൗഹീദിനെക്കുറിച്ച് അവർക്കൊരു ചർച്ച കേൾക്കൂല, കാണൂല. ഒന്നാമത്തെ ഇസ്ലാമിനെക്കുറിച്ച് പ്രവാചകൻ ഈ വന്ന മനുഷ്യന് പറഞ്ഞു കൊടുത്തത് ഏറ്റവും ആദ്യം രണ്ട് ഷഹാദത്ത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് കുറിച്ച് കൃത്യമായിട്ട് അറിയണം, അതിൻ്റെ ആശയം എന്താണെന്ന് അറിയണം, അത് കൃത്യമായി പാലിക്കണം എന്നായി ഇവിടെ പറഞ്ഞു കൊടുത്തു. പിന്നെ പറഞ്ഞു കൊടുത്ത നിസ്കാരം നിലനിർത്തണം, 5 വക്ത് നിസ്കാരം, പ്രത്യേകിച്ച് സക്കാത്ത് നൽകണം, നോമ്പ് അനുഷ്ഠിക്കണം, ഹജ്ജ് നിർവഹിക്കണം കഴിയുമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം നിസ്കാരത്ത് ഈ വ്യക്തി പറഞ്ഞു, സ്വദഖത, നിങ്ങൾ സത്യം പറഞ്ഞു, മുഹമ്മദിന് സത്യം പറഞ്ഞു എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമുക്ക് കുറച്ചുകൂടി ഇസ്ലാമിനെക്കുറിച്ച് അല്പം വിശദമായി മനസ്സിലായി. ഇസ്ലാമിൻ്റെ അതിപ്രധാനമായ 5 കാര്യങ്ങളാണിത്. ഈ 5 കാര്യങ്ങളെക്കുറിച്ച് ഒരു മുസ്ലിമിന് അത്യാവശ്യം വിശദമായി കാര്യങ്ങൾ അറിയണം. അതൊരാൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ജീവിതകാലം മുഴുവനും ഖുർആൻ ക്ലാസ്സിൽ ഈ പറഞ്ഞതുപോലെ പോയി അതിൻ്റെ വാക്കർത്ഥങ്ങൾ വിശദീകരിച്ചു കൊടുത്താലും ഒരാൾക്ക് കിട്ടാനും പോകണില്ല. ഖുർആൻ്റെ പരിഭാഷ എടുത്തു മറിച്ചു എഴുതിയിട്ട് അവനോട് മനസ്സിലാക്കാനും പോകണില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞത് എതിരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരാൾക്ക് താല്പര്യമുണ്ട്, മനസ്സുണ്ടെങ്കിൽ അവൻ ഇതുപോലെ ചെറുതും വലുതുമായ ഇങ്ങനത്തെ സദസ്സുകളിൽ വന്നുകൊണ്ടേയിരിക്കണം, കേട്ടുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് പുതിയ പുതിയ സംശയങ്ങൾ വരും, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. വന്നതിനെക്കുറിച്ച്, കേട്ടതിനെക്കുറിച്ച് അത് വീണ്ടും കേട്ടു, വീണ്ടും പഠിച്ചു, വീണ്ടും മനസ്സിലാക്കി ഒരു വ്യക്തത ആ വ്യക്തിക്ക് ഉണ്ടാക്കാനും കഴിയും. അവനോട് നിൻ്റെ ദീൻ ഏതാണ് എന്ന് എവിടുന്ന് ആര് ചോദിച്ചാലും എൻ്റെ ദീൻ ഇന്നതാണ്, അതിൻ്റെ പ്രാധാന്യമുള്ള പോയിന്റുകൾ ഇതൊക്കെയാണ്, അതിൻ്റെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണ്, അത് തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ്, അതിപ്രധാനമായത് ഇതാണ് എന്ന് പറഞ്ഞെടുക്കാനും കഴിയും. ദീനുൽ ഇസ്ലാം. പിന്നീട് രണ്ടാമത് ആ വന്ന മനുഷ്യൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഈമാൻ, എന്നാ ഈമാനെ കുറിച്ച് നീ എനിക്ക് പറഞ്ഞുകൊണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകനോട് അദ്ദേഹം ചോദിച്ചു, അപരിചിതനായ ആളെ പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്ത സമയത്ത്, സ്വദഖത, നിങ്ങൾ സത്യം പറഞ്ഞു. ഞങ്ങൾക്ക് വല്ലാത്ത പുതുമ, ഈ മനുഷ്യൻ ആരാണ്, എന്താണ്? അറിവുള്ള ഒരാളല്ലേ സത്യം പറഞ്ഞു എന്ന് പറയുള്ളൂ. അറിയാത്ത ആളാണെങ്കിൽ എങ്ങനെ അത് പറയൂലല്ലോ. ഇയാൾ ആരാ, എന്താണ്? രണ്ടാമത് ചോദിച്ചു പ്രവാചകൻ, ഈമാൻ എന്താ എന്ന് പറയും. ഈമാനും ഇസ്ലാമും
ഒരേ സമയത്ത് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഹദീസിൽ ഈമാനിനെ കുറിച്ച് പറയുകയാണ്, ഇസ്ലാമിനെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടി, നമ്മൾ വിശ്വാസപരമായി നമ്മുടെ ആദർശപരമായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയാം. നമ്മുടെ വിശ്വാസം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ്, 2 ഷഹാദത്ത് ഉച്ചരിക്കുക, പറയുക. ഒരാൾ മറ്റ് മതത്തിൽപ്പെട്ട ഒരാളേനു, അവൻ അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും കൃത്യമായിട്ട് പഠിച്ചു, 2 ഷഹാദത്വം പറയുന്നില്ല, നമ്മൾ അവനെക്കുറിച്ച് എന്താണെന്നാ പറയാം? മുസ്ലിം എന്ന് പറയോ? പറയൂല. അവരുടെ ഉള്ളിൽ പക്ഷെ നല്ല വിജ്ഞാനം ഉണ്ടാകും, വിശ്വാസം ഉണ്ടാകും. പക്ഷേ നമ്മളോട് അവൻ പരസ്യമായിട്ട് പറഞ്ഞാലേ നമ്മൾ അവൻ ആരായിട്ട് അംഗീകരിക്കുള്ളൂ? മുസ്ലിമായിട്ട്, സഹോദരനായിട്ട് അംഗീകരിക്കുള്ളൂ, പരിഗണിക്കുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞത് പറയലാണ്, പ്രവർത്തിക്കലാണ്, അതിനൊക്കെ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയും. നേരെ മറിച്ച് രണ്ടുമില്ലാതെ ഏതെങ്കിലും ഈമാൻ എന്ന് മാത്രം പറയുക, അതല്ലെങ്കിൽ ഇസ്ലാം എന്ന് മാത്രം എവിടെയെങ്കിലും ആയത്തിലോ ഹദീസിലോ വന്നാൽ ഈ വിശ്വാസപരമായ കാര്യങ്ങളും പ്രവർത്തനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളും മുഴുവനും ഉൾക്കൊണ്ടതാണ് ഇസ്ലാം എന്ന് പറയും. ക്ലിയറാണോ? വിശ്വാസപരമായ കാര്യങ്ങളും പ്രവർത്തനത്തിൽ നമ്മൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലത്തെ അതൊക്കെ എല്ലാം പെട്ടത് ഇസ്ലാം എന്നതിന് പറയും. ചില സ്ഥലത്ത് ഈമാൻ എന്നതിന് പറയും. നേരെ മറിച്ച് ഒരേ ഭാഗത്ത് ഇതേപോലെ ഹദീസിലോ ആയത്തിലോ ഈമാൻ വേറെ ഇസ്ലാം വേറെ പറഞ്ഞാൽ വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ, ആദർശമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ ഈമാനും, പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാം. അപ്പോൾ പ്രവാചകനോട് ഇവിടെ ചോദിക്കുകയാണ് ഈമാൻ എന്താണെന്ന് പറഞ്ഞു. അൻ തുഅ്മിന ബില്ലാഹി, നീ അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് വിശ്വാസം വേണം. അവനാണ് റബ്ബ് എന്നുള്ള വിശ്വാസം അത് മനസ്സിൽ ശരിക്ക് തട്ടണം. ലോകം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, ഒരു ശക്തി മറ്റൊരു ശക്തിയുമല്ല. ഈ ലോകത്തിൻ്റെ നിയന്ത്രണം ഉന്നതനായ അള്ളാഹുവിൻ്റെ കയ്യിലാണ്, വേറെ ഒരാളെ കയ്യിലും അല്ല. അത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില പരീക്ഷണ ഘട്ടത്തിൽ വരുന്ന സമയത്ത് ആ വിശ്വാസം നമ്മുടെ മുന്നിൽ കൃത്യമായി ഉണ്ടാകുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞു കാണാതെ പഠിച്ചു പോയി. ചില പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നിയന്ത്രണം അതൊക്കെ അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അവൻ ഉദ്ദേശിച്ചേ നടക്കുള്ളൂ. ഈ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന്, അവനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അവനാണ് റബ്ബ്, സൃഷ്ടാവും നിയന്ത്രിക്കുന്നവനും ഉടമയും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഉപകാരോപദ്രവവും അത് മുഴുവൻ അവൻ്റെ കയ്യിലാണ്, അവൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ വിശ്വാസം, ആദർശം അത് നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് പുറത്തേക്കിട് വരും. അതേപോലെ അവനെ മാത്രമേ ആരാധിക്കാവൂ, അതിന് അർഹൻ അള്ളാഹു മാത്രമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ അള്ളാഹുവിനെ അടിമകളായ നമുക്ക് വിളിക്കാനും പരിചയപ്പെടാനും ഒരുപാട് പേരുകളും നാമങ്ങളും വിശേഷണങ്ങളുമുണ്ട്. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നവനാണ്, പ്രതിഫലം നൽകുന്നവനാണ്. ഈ പറയുന്ന നിലക്ക് യാ ഹയ്യു യാ ഖയ്യൂം യാ റഹ്മാനു യാ ദുൽ ജലാലി വൽ ഇക്റാം യാ ഖവിയ്യു യാ മത്തി. ഞാൻ പറഞ്ഞില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞ കുട്ടിയോട് പറഞ്ഞതുപോലെ നമ്മൾ അകപ്പെടുന്ന പ്രയാസപ്പെടുന്ന സമയത്ത് യാ ഹയ്യു യാ ഖയ്യൂം യാ ദുൽ ജലാലി വൽ ഇക്റാം യാ റഹ്മാൻ യാ അല്ലാഹ് യാ റബ്ബൽ ആലമീൻ എന്ന് വിളിക്കാൻ നമ്മൾ പാകപ്പെടുക. നേരെ മറിച്ച് ഇത് പാകപ്പെടാത്ത ആളുകൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ, ബദരീങ്ങളെ, മമ്പർത്ത തങ്ങളെ, മുഹീദ്ദീൻ ഷെയ്ഖേ, CM മടവൂരെ, യാ ഗൗസൽ ആളം വിളിക്കലില്ലേ? അത് പഠിപ്പിക്കുന്നില്ലേ? യാ ഗൗസൽ ആളം എന്ന് വിളിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന ആളുകളില്ലേ? ഉണ്ടോ? ഇല്ലേ? ദോഷം പുറത്തു വരാൻ വേണ്ടി യാ ഗഫാർ യാ തവ്വാബ്, അള്ളാഹുവേ പശ്ചാത്താപങ്ങൾ സ്വീകരിക്കുന്നവനെ, പാപം പൊറുക്കുന്നവനെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറയാനാണ് നമ്മളോട് പഠിപ്പിച്ചത്. അള്ളാഹുവിനെ വിളിക്കൽ അങ്ങനെ. നേരെ മറിച്ച് അള്ളാഹുവിനെ വിളിക്കാതെ പുറത്ത് പ്രവാചകരെ ധാരാളം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, പാപങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. മഹ്ശറിൽ വരുന്ന സമയത്ത് എൻ്റെ കയ്യെ നിങ്ങൾ പിടിച്ച് എന്നെ രക്ഷപ്പെടുത്തണം, എനിക്ക് നിങ്ങൾ ശഫാഅത്ത് ചെയ്യണം. ഈ വിളിക്കുന്ന ആളുകൾ ഈ പറഞ്ഞ അള്ളാഹുവിനെ പരിചയപ്പെടാത്തവരാ. അള്ളാഹുവിനെ വിളിക്കാൻ മടി കാണിക്കുന്നവരോ അതല്ലെങ്കിൽ വിസമ്മതിക്കുന്നവരോ തെറ്റിദ്ധാരണയുടെ പേരിൽ മാറി സഞ്ചരിക്കുന്ന ആളുകളാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ വിശ്വാസം. അവനെയാണ് വിളിക്കേണ്ടത്, അവനോടാണ് ദുആ ചെയ്യേണ്ടത്, അവനെ പ്രതീക്ഷിക്കേണ്ടത്, അവനിലാണ് കാര്യങ്ങൾ ഏൽപ്പിക്കേണ്ടത്, അവനോടാ സഹായത്തെ തേടേണ്ടി, അവനോടാണ് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടി, പരാധീനതകളും നമ്മുടെ പരാതികളും അവനെയാണ് ബോധിപ്പിക്കേണ്ടത്. ഇതാണ് അള്ളാഹുവിൻ്റെ വിശ്വാസം. ചുരുങ്ങിയ നിലക്കാണ് ഞാൻ പറഞ്ഞത്, ചുരുങ്ങിയ നിലക്ക് വിശദീകരണങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകളിൽ നമ്മുടെ ഈ സദസ്സിലെ മലക്കുകളുണ്ട്, നമ്മുടെ കൂടെ മലക്കുകളുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളും വാക്കുകളും കൃത്യമായി എഴുതി രേഖപ്പെടുത്തുന്ന മലക്കുകൾ സദാസമയം നമ്മുടെ കൂടെയുണ്ട്. ഈ ലോകത്തുള്ള വിപത്തുകളിൽ നമുക്ക് സംരക്ഷണം നൽകാൻ അള്ളാഹു മലക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാത്ത പല രൂപത്തിൽ കൂടെ മലക്കളി വിശ്വാസം വിശദീകരണമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തവരാണ്, നൂഹ് നബി ഏറ്റവും ആദ്യത്തെ റസൂലാണ്, ആദം നബി പ്രവാചകനാണ്, ഇബ്രാഹിം നബി, മൂസാ നബി പോലത്തെ ധാരാളം നല്ല മനുഷ്യന്മാർ, മനുഷ്യരെ നന്മയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അയക്കപ്പെട്ട
പ്രബോധകന്മാരായി ലോകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈസാ നബിനെ ഇഷ്ടമാണ്, നമുക്ക് മൂസാ നബിയോടും ആദരവാണ്, നമുക്ക് ഇബ്രാഹിം നബിയോടും മുഹമ്മദ് നബിയോടും എല്ലാവരോടും നമുക്ക് സ്നേഹം ആദരവും. നസാറാക്കളി എന്ന് പറയുന്ന ആളുകൾ മുഹമ്മദ് നബിനെ അവർ ഇഷ്ടപ്പെടുവോ, അംഗീകരിക്കുവോ? ഇല്ലല്ല. ജൂതന്മാരി എന്ന് പറയുന്ന ആളുകൾ ഈസാ നബിനെ ഇഷ്ടപ്പെടൂല, മുഹമ്മദ് നബിനെ ഇഷ്ടപ്പെടൂല. നമ്മൾ പറയുന്ന അള്ളാഹു അയച്ച സകല ദൂതന്മാരോട് ഞങ്ങൾക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്, ബഹുമാനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അതേ സ്നേഹം ബഹുമാനം നമുക്ക് ഈസാ നബിയോടുണ്ട്, മൂസാ നബിയോടുണ്ട്, മറ്റുള്ള ഈ ലോകത്തുന്ന എല്ലാ പ്രവാചകന്മാരോടും ഉണ്ട്. ആ പ്രവാചകന്മാരോട് വിശ്വസിച്ച ആളുകൾ ഏതൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ചു അവർ മുഴുവനും നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ്. അവർ നമ്മുടെ മുസ്ലിം സഹോദരന്മാരാണ്. ആ ബഹുമാനവും സ്നേഹവും ആദരവും നമുക്കുണ്ട്. എന്നാൽ ഇവിടെയുള്ള നസാറാക്കൾ എന്ന് പറയുന്ന മതസൗഹാർദ്ദത്തിൻ്റെ, അതല്ലെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ, അതല്ലെങ്കിൽ മനുഷ്യാവകാശത്തിൻ്റെ ഏറ്റവും വലിയ അപ്പോസ്തലവാഹകന്മാരായി നടക്കുന്ന ആളുകൾ ഈ പറഞ്ഞ മൂസാ നബിനെ അംഗീകരിക്കൂല. ഈസാ നബിനെ അംഗീകരിക്കുന്നവർ മൂസാ നബിനെ അംഗീകരിക്കൂല. ജൂതന്മാർ ഈസാ നബിയെയും അദ്ദേഹത്തിൻ്റെ മാതാവിനെയും ജാരസ് പുത്രനും വ്യഭിചാരി വേശ്യ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും അംഗീകരിക്കൂല. മുഹമ്മദ് നബിയുടെ അനുയായികളായ നമ്മെ ഒരിക്കലും അവർ സ്വീകരിക്കൂല. നമ്മളെ എതിർക്കുന്ന കാര്യത്തിൽ ഈ പറയുന്ന ബദ്ധവൈരികളായ ജൂത നസാറാക്കൾ ഏകോദര സഹോദരന്മാരാണ്. മുസ്ലിമീങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ അങ്ങനെയല്ല. പ്രവാചകന്മാരുടെ വിശ്വാസം, അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ ആളുകൾക്ക് രക്ഷക്കും നന്മക്കും അവൻ്റെ അധ്യാപനങ്ങൾ വിവരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ അതിൽ ഏറ്റവും ഉത്തമമായത്. മൂസാ നബിക്ക് തൗറാത്ത്, ഈസാ നബിക്ക് ഇൻജീൽ, പഴയ നിയമം, പുതിയ നിയമം, ബൈബിള് പോലത്തെ പേരുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് അവതരിപ്പിക്കുന്ന, അതൊക്കെ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായതാണ്, ദുർബലപ്പെടുത്തപ്പെട്ടതാണ്, ഇന്നത് സ്വീകരിക്കാൻ പറ്റാത്തതാണ്. നല്ല ഗ്രന്ഥങ്ങളായിരുന്നു, ആദരവുള്ളതായിരുന്നു. സമൂഹങ്ങൾ അതിൽ കൈക്കടത്തലുകൾ നടത്തി. പരിശുദ്ധ ഖുർആൻ അള്ളാഹു ആളുകൾക്ക് കൈക്കടത്തൽ നടത്തി ദുർബലപ്പെടുത്താൻ പറ്റാതിരിക്കുമാർ അത് സംരക്ഷിച്ചു നിർത്തി. ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകൾ അതിൽ വിശ്വസിക്കണം. അതേപോലെ തന്നെ ഈ ലോകവും ഈ ലോകത്തുള്ള എല്ലാവിധ സംവിധാനം നശിച്ച് തകരുന്നൊരു ദിവസമുണ്ട്. യൗമുൽ ആഖിർ, പരലോകം, മറ്റൊരു ലോകമുണ്ട്, മറ്റൊരു ജീവിതമുണ്ട്. ഇവിടെ ചെയ്ത സകല കാര്യങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടുന്ന പരലോകമുണ്ട്, അതിൽ വിശ്വസിക്കണം. ആ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ആളുകൾ ഇന്ന് പല ജാതി തെറ്റായ കാര്യങ്ങളിലേക്കും പോകുന്നത്. മുസ്ലിമീങ്ങളാണെന്ന് പറയുന്നവർക്ക് പോലും മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതവും ആ പറയുന്ന ലോകത്തിനെ കുറിച്ചുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നേരെ മറിച്ച് അത് കൃത്യമായ ബോധ്യം ഒരാൾക്കുണ്ടെങ്കിൽ അവിടെ വിചാരണയ്ക്ക് വിധേയനാകും, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, ചോദ്യം ചെയ്യും എന്ന് പറയുന്ന കൃത്യമായ ലക്ഷ്യബോധത്തോടെയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഓഡിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര സൂക്ഷ്മത കാണിക്കും, ഫയലുകളും കാര്യങ്ങളും ശ്രദ്ധിക്കില്ലേ? അതിൽ എന്തെങ്കിലും മാറ്റങ്ങളും മായങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ഓഡിറ്റർമാർ വരുമ്പോൾ കൃത്യമായി കാണിച്ചു കൊടുക്കാനുള്ള ഇൻവോയ്സുകൾ സെറ്റ് ചെയ്ത് വെക്കൂലേ? വെക്കും. അപ്പോൾ ഈ പരലോകത്തിലുള്ള കൃത്യമായ വിശ്വാസം നമ്മുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള നമ്മുടെ ജീവിതം അത് കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടെ, കൃത്യമായ ഓഡിറ്റോടുകൂടെ, വിചാരണയോടുകൂടെ നമ്മളത് ചെയ്യാൻ തയ്യാറാകും. ആളുകൾക്കത് കുറഞ്ഞതുകൊണ്ടാണ് ഈ പറയുന്ന തെറ്റുകുറ്റങ്ങളിലേക്ക്, പാപങ്ങളിലേക്ക് യാതൊരു പ്രയാസമില്ലാതെ ആളുകൾ പോകുന്നത്. അതിൽ വിശ്വസിക്കണം. ഈ ലോകത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടികളുള്ള സകല കാര്യങ്ങളും അവൻ്റെ മുൻവിധി പ്രകാരമാണ് നടക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കണം. എല്ലാം അള്ളാഹുവിൻ്റെ മുൻവിധി പ്രകാരമാണ്. ഖദറിലുള്ള വിശ്വാസം അള്ളാഹുവിൻ്റെ മുൻ തീരുമാനപ്രകാരമാണ്. മനുഷ്യരായ നമുക്ക് ഈ ലോകത്ത് ചില ചുരുങ്ങിയ സ്വാതന്ത്ര്യം അള്ളാഹു നൽകിയിട്ടുണ്ട്, ചുരുങ്ങിയ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നല്ലതും ചീത്തയുമായ കാര്യങ്ങൾ അള്ളാഹു ഇവിടെ അവതരിപ്പിച്ചത്. എനിക്ക് വേണമെങ്കിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് പോകാം, അവിടെ പോയി നിസ്കരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് എയർ കണ്ടീഷൻ ഇട്ട് എൻ്റെ ഓഫീസിൽ ഇരിക്കാം, എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താം. ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് അള്ളാഹു തആല തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്കും. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫജറിൻ്റെ സമയത്ത് ബാങ്ക് കേൾക്കുമ്പോൾ എണീറ്റ് എൻ്റെ വിരിപ്പും പുതപ്പും എൻ്റെ മറ്റുള്ള കാര്യങ്ങളും സൗകര്യങ്ങളും മാറ്റി വെച്ചിട്ട് പള്ളിയിലേക്ക് പോകാം. എനിക്ക് വേണമെങ്കിൽ സുന്ദരമായി എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ കടന്നുറങ്ങാം. ആരും എതിർക്കാനില്ല, സ്വസ്ഥത ഉണ്ട്, സമാധാനമുണ്ട്. എല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചതാണ്. എനിക്കറിയില്ല എന്താണ് എന്നുള്ളത്, എൻ്റെ പിന്നിലുള്ള ഭാവി എന്താണ്, എൻ്റെ പ്രവർത്തനം അറിയുകയില്ല. ഇത്രയും കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വന്ന മനുഷ്യന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുൻവിധി തീരുമാനപ്രകാരമാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ചെറിയ ഈ സ്വാതന്ത്ര്യമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മുടെ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ പറഞ്ഞത്. നന്മ തിരഞ്ഞെടുത്താൽ നല്ല പ്രതിഫലമാണ്, നല്ല പര്യവസാനമാണ്. തിന്മ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ചീത്ത പര്യവസാനവും ചീത്ത പ്രതിഫലവും അത് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. തീരുമാനം മുഴുവനും അള്ളാഹുവിൻ്റെതാണ് മുൻകൂട്ടി.
അത് നമുക്കറിയുകയില്ല. നമുക്ക് ചെന്ന അവസരങ്ങളാണ്. ഇത് പറഞ്ഞപ്പോഴും തന്നെ അദ്ദേഹം പറഞ്ഞു സ്വദഖത്ത മുഹമ്മദ്, നീ സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നീട് പ്രവാചകനോട് ചോദിച്ചു, ഇഹ്സാൻ അഥവാ ദീനുൽ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ പദവിയാണ് ഇസ്ലാം. ആ സൽക്കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ഈമാൻ അടിയുറച്ച വിശ്വാസത്തിൻ്റെ ഉടമയായി മനുഷ്യൻ മാറും. അതിൽ നിന്ന് മനുഷ്യൻ ഉന്നതമായ പദവികളിലേക്ക് ഉയരുമ്പോൾ മുഹ്സിൻ, ഇഹ്സാൻ എന്ന് പറയും. ആ പറയുന്ന ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ണുമുന്നിൽ കാണുന്നത് പോലത്തെ ഇബാദത്തിൻ്റെ ഒരവസ്ഥയിൽ അവന് പിന്നെ ആശ്രയിക്കാനും പ്രതീക്ഷിക്കാനും ആഗ്രഹിക്കാനും അള്ളാഹു അല്ലാതെ മറ്റൊന്നിനും ആവശ്യമില്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തും. അതോടുകൂടെ ദുന്യവ്യായ ജീവിതത്തിൽ പ്രവാചകനും തൻ്റെ അനുചരന്മാരും ചെയ്തതുപോലെ മനുഷ്യർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് സമൂഹത്തിൽ അവർ ജീവിക്കുകയും ചെയ്യും. മാളങ്ങളിലേക്കോ പർവ്വതങ്ങളിലേക്കോ സന്യാസിമാരായിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യ സമൂഹത്തിലുള്ള ജീവിതത്തിൽ നിന്ന് മാറി മറ്റൊരു മനം തകർന്ന ബുദ്ധിഹീനരായ ഔലിയാണ് സൂഫിയാണ് എന്നൊക്കെ പറഞ്ഞ പല ആളുകളും മാനസിക രോഗിയായ ആളുകളൊക്കെ അദ്ദേഹം വലിയൊരു സ്ഥാനത്തെത്തിയതാണ്. അദ്ദേഹം ജമാഅത്ത് നിസ്കാരത്തിനൊന്നും പങ്കെടുക്കേണ്ട ആവശ്യമില്ല. റമദാനും നോമ്പനുഷ്ഠിക്കേണ്ട വലിയ സൂഫിയായി വലിയ ഔലിയായി എന്ന് പറയും. ഈ പറയുന്ന പരിപാടിയില്ല. മാനസികമായിട്ട് ഈ വ്യക്തി അള്ളാഹുമായി വളരെ അടുത്ത ബന്ധത്തിൽ മുന്നേറും. അതോടുകൂടെ മനുഷ്യരായ സാധാരണക്കാർ ചെയ്യുന്ന ജമാഅത്ത്, ജുമുഅ, നോമ്പ്, ഹജ്ജ്, ദാനധർമ്മം, മറ്റുള്ളവർ സഹായിക്കൽ, സ്നേഹിക്കൽ, ഇൽമ പഠിപ്പിച്ചു കൊടുക്കൽ, പഠിക്കൽ, അതിലൊക്കെ അവരുണ്ടാകും ചെയ്യും. പ്രവാചകൻ്റെ അനുചരന്മാർ എങ്ങനെയാണോ ജീവിച്ചു അതുപോലെ ഈമാനികമായി ഉന്നതമായ നിലവാരത്തിൽ വിധാനത്തിൽ ആൾ എത്തും ചെയ്യും. ഞാനീ പറഞ്ഞതുപോലെ ആളുകളെ പിന്നെ ആശ്രയിക്കേണ്ട ആവശ്യം അവർക്കില്ല. മറ്റുള്ള ആളുകൾ സഹായത്തിന് തേടേണ്ട ആവശ്യമില്ല. ആളുകളോട് എന്തെങ്കിലും ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ പൂർണ്ണമായി മാനസികമായിട്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട അതാണ് ഇഹ്സാൻ. ഒരാൾ ഇസ്ലാമിൽ അവൻ്റെ ആദർശത്തിൽ ഉയർന്നു വന്നാൽ ആ ലെവലിലാണ് എത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അവിടുത്തെ അനുചരന്മാരെ പോലെ ഇത് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഈ വ്യക്തി പോയതിൻ്റെ ശേഷം സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരായിരുന്നു വന്നത് നിങ്ങൾക്കറിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, അള്ളാഹുവിൻ മോൻ്റെ റസൂലും. അത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്ന മലക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഏകദേശം ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ. ഇസ്ലാമല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ദീനില്ല. അവൻ്റെ മലക്കളും പ്രവാചകന്മാരും സകല ഉമ്മത്തും സമുദായങ്ങളും സ്വീകരിച്ച ഈ ദീനാണ്. ഈ ഇസ്ലാമല്ലാതെ വേറെ ഏത് ആശയം ആദർശം, കമ്മ്യൂണിസമോ നിരീശ്വരവാദമോ മതനിഷേധമോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും പേര് സോഷ്യലിസമോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ക്രിസ്ത്യാനിസമോ ഹിന്ദുസമോ വേറെ ഏത് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഇസങ്ങളോ മതങ്ങളോ ഒരുത്തൻ സ്വീകരിക്കാൻ പോയാലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അവൻ പരലോകത്ത് വരുന്ന സമയത്ത് നഷ്ടപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. വഹുമിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, പരാജയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ഇത്രത്തോളം പറയുന്നത്? എന്തേ അള്ളാഹു അത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് ചോദ്യങ്ങൾ, സംശയങ്ങൾ നാനാഭാഗത്തിൽ നിന്നുണ്ടാകും. ദീനുൽ ഇസ്ലാമിൻ്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിനോട് കടപിടിക്കുന്ന, അതിൻ്റെ കൂടെ വെക്കാൻ പറ്റുന്ന വേറെ ഒരു സംവിധാനം മറ്റൊരു ദീനിലുള്ള ആളുകളെടുത്തില്ല. അതാണ് സത്യം. ഇന്ന് നമ്മുടെ നാട്ടിൽ പല ആളുകളും പുരുഷന്മാരുടെ ലൈംഗിക അവയവത്തിൻ്റെ തലമുറിക്കുന്ന ഖിതാൻ എന്ന് പറയുന്ന സുന്നത്ത് കഴിക്കുന്നതിനെ വിമർശിക്കുന്ന പല ആളുകളും നമുക്ക് കാണാൻ കഴിയും അല്ലേ? അത് വിമർശിക്കുന്ന ആളുകൾ നിങ്ങൾ യൂറോപ്പിലും അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ ഇന്ന് ഭൗതികമായിട്ട് ഉയർന്നു നിൽക്കുന്നവർ എന്ന് പലരും അവകാശപ്പെടുന്ന രാജ്യക്കാരാണല്ലോ യൂറോപ്യന്മാർ, അമേരിക്കാർ. അവർ മുന്നിലാണോ പിന്നിലാണോ വേറെയാണ് ചർച്ച. അവർ ഭൗതികമായിട്ടാണെങ്കിലും മതപരമായിട്ട് മുന്നിലോ പിന്നിലോ ചർച്ച വേറെയാണ്. അത് അവകാശപ്പെടുന്ന അവരിലേക്ക് നോക്കുന്ന ആളുകളെ പലരിടത്തും ചെന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവർ മുഴുവനും ഈ പറയുന്നത് പോലെ ചെയ്ത ആളുകൾ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളാണ്. അതോടുകൂടി അവരിത് ചെയ്തവരാണ്. ഇത് ചെയ്ത ആളുകൾക്കും ആരോഗ്യപരമായിട്ട് അവരുടെ നന്മ എത്ര ഉണ്ട് എന്നുള്ളത്, അതുകൊണ്ടുള്ള ഉപയോഗം അവരുടെ എത്ര കൃത്യമാണ് എന്നുള്ളത്, അത് ചെയ്യാത്ത ആളുകൾക്ക് വെറുതെ ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളത് ഒരു ഉദാഹരണം. ദീനുൽ ഇസ്ലാമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖംസും മിനൽ ഫിത്രത്തി എന്ന് പറയും. 5 കാര്യങ്ങൾ ശുദ്ധ പ്രകൃതിയുള്ള ആളുകൾ ചെയ്യുന്നതാണ്, പ്രവാചകന്മാർ മുഴുവനും ചെയ്തതാണ്. 5 കാര്യങ്ങൾ. അതിൽപ്പെട്ട ഒന്നാണ് നഖം വളർന്നു വന്നാൽ വിരലുകളുടെ തലപ്പത്തെത്തിക്കഴിഞ്ഞാൽ വേസ്റ്റ് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. 40 ദിവസത്തിനപ്പുറം അത് പോകരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാണ് മനുഷ്യന്മാർ. ഞാൻ ചോദിക്കുകയാണ്, നഖം നീട്ടി വളർത്തിയ ഒരുത്തനെയും അത് കൃത്യമായി വെട്ടി ക്ലിയറാക്കുന്നൊരു വ്യക്തിയെ പരിശോധിച്ചാൽ ആരാ വൃത്തിയുടെ ആൾ? ആരത്തെ ബാക്ടീരിയകളും കാര്യങ്ങളും പോയിട്ട് വൃത്തിയുള്ള ശരീരത്തിനുടമ യവനാവെന്ന് പറഞ്ഞു തരും. നിങ്ങൾ പറഞ്ഞു തരും, ഫാഷൻ്റെ പേരിലോ വേർലിൻ്റെ പേരിലോ.
അതേപോലെ പ്രവാചകൻ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ മറ്റൊരു കാര്യമാണ് അവൻ്റെ ലൈംഗിക അവയവത്തിൻ്റെ പരിസരത്ത് മുളച്ച രോമങ്ങൾ അത് വടിച്ചു കളയണമെന്ന് പറയും. ഞാൻ ചോദിക്കുകയാണ്, ഈ പറയുന്ന നജസ്സുകളും അശുദ്ധങ്ങളും വൃത്തികേടുകളും ഏറ്റവും കൂടുതൽ വരാൻ സ്പർശിക്കാൻ സാധ്യതയുള്ള വിയർപ്പും മനുഷ്യ ശരീരത്തിലുള്ള അവിടെ ഈ മുടികൾ വടിച്ച് വൃത്തിയാക്കി ഒഴിവാക്കുന്ന ഒരു വ്യക്തിയാണോ വൃത്തിയുടെ ഉടമ? അതല്ല അത് ഈ പറഞ്ഞ പരിഗണന കൊടുക്കാത്തവനാ? ഇസ്ലാമിൻ്റെ അധ്യാപനാണല്ലോ. വളരെ ചെറിയ ചെറിയ ഭാഗത്തിൽ നിന്ന് ഒന്ന് പറഞ്ഞതെന്നാണ് നിങ്ങൾ. ഏതായിരിക്കും വൃത്തി? എവിടെയായിരിക്കും വിയർപ്പും അശുദ്ധിയും വൃത്തികേടുകളും മാറിയിട്ട് വൃത്തിയുള്ള പരിസരം എവരതാകുക? പ്രവാചകൻ പഠിപ്പിച്ചെന്നത്. അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നു ആ പറഞ്ഞ 5 കാര്യം കൂടി. കക്ഷരോമം പറിച്ചൊഴിവാക്കണമെന്ന്. വടിച്ചൊഴിവാക്കാനല്ല പറഞ്ഞു, പറിച്ചൊഴിവാക്കാൻ. ആരാണ് ഈ സദസ്സിൽ കക്ഷരോമം പറിച്ചൊഴിവാക്കുന്ന ആളുകളിൽ? എങ്ങനെ അത് പറിക്കുക എന്ന് ചോദിക്കും ചിലപ്പോൾ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ വളരെ ലളിതമായിട്ട് പോകുന്ന സാധനം. നിങ്ങൾക്ക് പിന്നെ അത് പ്രയാസമില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റും. നെത്തുഫുൽ ഇബത്ത് എന്ന കക്ഷരോമം പറിച്ചൊഴിവാക്കുക. ടിക് 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 എന്നാൽ പറിച്ചൊഴിവാക്കാൻ കഴിയും. പ്രവാചകൻ പഠിപ്പിച്ചത്. ചില ആളുകളെ ഇത് കണ്ടാൽ വൃത്തിഹീനമായിട്ട് തോന്നലുണ്ട്, വടിക്കാതെയും പറിക്കാതെയും വെച്ച് നോക്കുന്നു. പ്രവാചകൻ പഠിപ്പിച്ചത് പറിച്ചൊഴിവാക്കാൻ വേണ്ടി. ഈ പറിച്ചത് ഇത് ഒഴിവാക്കുന്നവനാണോ വൃത്തിയുള്ള ആൾ? അതല്ല, അതവിടെ വെച്ചുകൊണ്ട് നടക്കുന്ന ആളാണ്. പറഞ്ഞു തരി. അതേപോലെ ഇതിൽപ്പെട്ടതാണ് ഒരാൾ അവൻ്റെ മീശ വെട്ടി ചെറുതാക്കുക എന്നുള്ളത്. ചില ആളുകളുടെ മീശ വായിലേക്ക് വീണിട്ട് കുടിക്കുന്ന പാനീയങ്ങളും കാര്യങ്ങളും മുഴുവൻ കളർ മാറിയതായിട്ട് ചില ആളുകൾ ഇത് കാണലുണ്ട്. അവരവൃത്തിൻ്റെ ഉടമകൾ. അതോ ഇത് ശരിക്കും ചുണ്ടിൻ്റെ ഒപ്പം വെട്ടി വൃത്തിയാക്കി നടക്കുന്ന യഥാർത്ഥ മുസ്ലിം ആ വൃത്തിയുടെ ആൾ? ഒന്ന് പറഞ്ഞു തരി. പ്രവാചകൻ പറഞ്ഞ് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം ചെയ്ത ആളുകളുടെ വഴിയിൽ കൂടെ നിങ്ങളിത് ചെയ്യരുത്. അവർക്ക് ഫലങ്ങൾ കായ്ക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ ചെയ്യരുത്. നടന്നു പോകുന്ന സമയത്ത് വഴിവക്കിൽ കൂടെ എത്ര ആളുകൾ 4 കാലുള്ള നായ ചെയ്യുന്നത് പോലെ 2 കാലുള്ള മനുഷ്യന്മാർ ചെയ്യുന്നത് കണ്ടക്കണം നിങ്ങൾ. ഇവരവൃത്തിൻ്റെ ആളുകൾ. ഇവിടെ ഇസ്ലാമിൻ്റെ വക്താക്കളാ ഉയർന്ന ആളുകൾ, അതല്ല അതിന് വിരുദ്ധമായവരാ. ഓരോന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ഇസ്ലാമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. ഞാനതിൻ്റെ ആളായത് കൊണ്ട് മാത്രം പറയല്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കി ഓരോ കാര്യങ്ങളും. ഫജ്ർ നിസ്കാരത്തിന് 5 വക്ത് നിസ്കാരം ജമാഅത്തിൽ പോയി നിർവഹിച്ചു വരുന്ന ഒരു മുസ്ലിമിൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന സമാധാനം സ്വസ്ഥതയും എത്രയാണ്. ഫജ്ർ നിസ്കാരത്തിൽ ജമാഅത്തിന് പോയി നിസ്കരിച്ചിട്ട് അല്പം ദിക്റുകളും കാര്യങ്ങളും പറഞ്ഞ് കുറച്ച് ഖുർആനും പാരായണം ചെയ്താൽ ആ മനുഷ്യൻ്റെ അന്നത്തെ സന്തോഷം എത്രയാണ്. നേരെ മറിച്ച് അതൊന്നും ചെയ്യാതെ കടന്നുറങ്ങി സൂര്യൻ ഉദിച്ചതിന് ക്ഷണിക്കുന്ന മനുഷ്യൻ്റെ എന്ത് സ്വസ്ഥതയാണുള്ളത് സഹോദരങ്ങളെ. ഞാനൊരു മുസ്ലിം ആയതുകൊണ്ട് അതിൻ്റെ ഭാഗം പക്ഷം പറയല്ല. പരിശോധിച്ച് നോക്കി. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വൃദ്ധസദനങ്ങളിൽ കുമിഞ്ഞുകൂടി കടക്കുന്ന മാതാപിതാക്കൾ പരിശോധിച്ച് നോക്കി എത്ര മുസ്ലിമീങ്ങൾ അവിടെ ഉണ്ട്. അതിന് വിരുദ്ധമായവരുണ്ട്. ഈ മാതാപിതാക്കൾക്കുള്ള അവകാശങ്ങൾ മുസ്ലിമീങ്ങൾ ഇസ്ലാമും ഖുർആനും സുന്നത്തും പറഞ്ഞ മാതിരി ഏത് മതക്കാരവിടെ പറഞ്ഞിട്ടുള്ളത്? എവിടെ പറഞ്ഞിട്ടുള്ളത്? ഇസ്ലാമിനെക്കുറിച്ച് ഈ പറയുന്ന ശത്രുക്കൾ പലതും പറയുമ്പോൾ സൽമാൻ ഫാരിസിൽ അഭിമാന ബോധമാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ജൂതന്മാർ പറഞ്ഞു നിങ്ങൾ പ്രവാചകൻ ഇസ്ലാമിൻ്റെ എല്ലാ കാര്യം പറഞ്ഞ മലമൂത്ര വിസർജനം മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൽമാൻ ഫാരിസി ആ സമയത്ത് പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകൻ സകല കാര്യങ്ങളും പറഞ്ഞു തന്നു. കിബിലയുടെ മുന്നിലേക്ക് പിന്നുക്കും തിരിഞ്ഞ് മലമൂത്ര വിസർജനം ചെയ്യരുതേ എന്ന് പറഞ്ഞു. വലത് കൈ കൊണ്ട് വൃത്തിയാക്കരുതേ എന്ന് പറഞ്ഞു. വലത് കൈ ഭക്ഷണപാനീയങ്ങൾക്ക്. അള്ളാഹു 2 കൈ തന്നു. ഇടത് കൈ നമുക്ക് ഈ പറയുന്ന അശുദ്ധമായ വൃത്തിഹീനമായ കാര്യങ്ങൾ സ്പർശിക്കാനുള്ളതാണ്. ചില ആളുകൾ ഇതുകൊണ്ട് കഴിക്കും ചെയ്യും, ഇതുകൊണ്ട് കഴുകും ചെയ്യും. അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ പ്രവാചകൻ അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്ന ആളാണ്. ഇങ്ങനത്തെ ദീനുൽ ഇസ്ലാമിൻ്റെ വക്താക്കളാണ് ഞങ്ങൾ. ആ ഇസ്ലാം അല്ലാതെ അള്ളാഹു മറ്റൊന്ന് സ്വീകരിക്കാനും പോകുന്നില്ല. അതിൻ്റെ വിശദീകരണം കൃത്യമായിട്ട് പഠിച്ച് വക്താക്കളാവണം എന്നാണ് മഹാനായ പണ്ഡിതൻ പറഞ്ഞത്. അതിലേക്കാണ് ഞാൻ എന്നെയും നിങ്ങളെയും ക്ഷണിക്കും ചെയ്യുന്നത്. അത് പഠിക്കാൻ തയ്യാറാകുക. അങ്ങനെ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കുക. അള്ളാഹുവിനനുസരിച്ചവരും അവന് കീഴൊതുങ്ങിയവരും അവൻ്റെ നിയമങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പാലിക്കുകയും ചെയ്തിട്ട് ശത്രുക്കളായിട്ടും എതിർക്കുന്നവരായിട്ടും വരുമ്പോൾ നല്ല നിലക്ക് അവർക്ക് ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കും. നല്ല ഉദ്ദേശത്തോടെ അറിവില്ലാതെ വരുന്നവരാണെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാകും. നേരെ മറിച്ച് ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളാണെങ്കിൽ അള്ളാഹുവിനോട് കാവലിനെ തേടി സഹായത്തെ തേടുക, അവനിൽ ഭരമേൽപ്പിക്കുക. അവരിൽ നിന്ന് അള്ളാഹുവിൻ്റെ അവരുടെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് ഞങ്ങൾ സംരക്ഷിക്കണമെന്ന് പറയുക. ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുക, ക്ഷമാവലംബി. ഇതാണ് മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത്. അതിന് തയ്യാറായാൽ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ ആദർശത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തൗഫീഖും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തരും ചെയ്യും. ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഉപകാരപ്രദമായ ഇൽമാക്കി തെരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി അതിനോട് പിന്തുടർന്ന് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.